ഇന്ത്യക്കാർ കപ്പലിൽ വരുമ്പോൾ യലംലമാന്നല്ല ചൊല്ലിക്കൊണ്ടായി യലംലം മീക്കാത്ത്. ഇപ്പം ഞാൻ ഈ ഫ്ലൈറ്റിൽ ഞങ്ങൾ വരുമ്പോൾ ക്രോസാണ് മീക്കാത്താനിത്. അപ്പോൾ സൈലുൽ കബീർ, എനിക്ക് സൈലുൽ കബീർ എന്ന് പറയും, കർണൽ മനാസിൽ എന്നൊക്കെ പറയും. അത് ഈ മീക്കാത്താൻ. ഹജ്ജിന്റെ അവിടെ ഫുള്ള് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഗവൺമെന്റിൽ വന്നവർ മുന്നേ വന്നിട്ട് അവിടെ ഇരിക്കുന്നവര്. അപ്പൊ ദുൽഹിജ്ജ 7 കീറാം കെട്ടിയിട്ടാവണം. 5 പിന്നെ അവിടുന്ന് പുറത്ത് വരാനില്ല. അതിനെന്താക്കുന്നു, 3 നാളിന്റെ അന്ന് സൗകര്യമായെങ്കിൽ ഹജ്ജിന് വന്നവർ സൗകര്യമായെങ്കിൽ ഒരു ടാക്സി പിടിച്ചിട്ടാ ഗുരുത്തക്കാർ സൗദിക്കാരുണ്ടെങ്കിൽ അവരെന്താക്കുന്നു ഈ മീക്കാത്തിലേക്ക് വിളിച്ചോണ്ട് വരുന്നു. വന്നിട്ട് ഇവിടെ നിന്ന് എന്താക്കുന്നു ഹജ്ജിന് ഇറാം കെട്ടിട്ട് പോകുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഹജ്ജിന് ഇറാം കെട്ടിയാൽ അവസരം കിട്ടിയാൽ പിന്നെ എന്ത് വേണ്ട, ആടെടുത്ത് കൊടുക്കൽ വേണ്ട. ഇനി നിങ്ങൾ ഹജ്ജിന് ഗവൺമെന്റിൽ വന്നതെന്ന് വെച്ചോളി, നിങ്ങൾക്കൊരു സൗകര്യം കിട്ടി, എന്ത് മീക്കാത്തിലേക്ക് വരാൻ. അപ്പൊ കുളിച്ചിട്ടായി, ഇഹ്റാമാക്കിട്ടായി, അല്ല ഇറാം ഡ്രസ് ഇട്ടിട്ടായി ഈ പള്ളിയിലേക്ക് വന്നിട്ട് ഇറാമിന്റെ ഡ്രസ്സെല്ലാം ഇട്ടിനി മനസ്സിലാക്കിയത് ശരിയൊരു ഹജ്ജാക്കി പോടുന്നു. ഉദാഹരണത്തിന് ഹജ്ജിന്റെ മീക്കാത്ത് ഒരു സൗകര്യം കിട്ടി, ഈ പള്ളിയിൽ വന്ന് 2 റക്അത്ത് ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കരിച്ചു. ഇത് ഹജ്ജിന്റെ മീക്കാത്താൻ. ഹജ്ജിന്റെ നാളിൽ ഹജ്ജിന് ഇറാം കെട്ടുന്ന അവസരത്തിൽ ഒരാൾ ഇവിടെ വന്ന് ഇഹ്റാമിന്റെ കാര്യങ്ങൾ ചെയ്ത് നിസ്കരിച്ച് ഹജ്ജിന് ഇറാമായി ഫർളായി വാജിബാത്തുമായി. എന്തേ ഇഹ്റാമ് ഫർള, മീഖാത്തിൽ നിന്നിട്ടാണ് വാജിബാത്ത്. അങ്ങനെ ഹജ്ജിനെ കരുതി നവൈത്തുൽ ഹജ്ജ് എന്ന് കരുതി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചൊല്ലി നേരെ ഹറമുക്ക് പോയിട്ട് മീഖാത്ത് നിന്ന് ഇഹ്റാമ് കെട്ടി ഹറമിലേക്ക് പോകുന്ന ആൾക്ക് ഖുദൂമിന്റെ തവാഫ് എന്നൊന്നുണ്ട്. അത് സുന്നത്താ. ഖുദൂമിന്റെ തവാഫ് എന്ന് ഹജ്ജിന്റെ ഒപ്പം വരുന്നേ. അത് ആർക്കുള്ളേ? മീഖാത്ത് നിന്ന് ഹജ്ജിക്ക് ഇഹ്റാം കെട്ടിയ ആൾക്ക് മാത്രം. ഇപ്പൊ ഹജ്ജ് അങ്ങനെ ആക്കുന്ന ഒരു ഷോർട്ട് ഞാൻ ചെന്നേ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്തു, ലബ്ബൈക്ക് ചൊല്ലിക്കൊണ്ട് അവിടെ പോയി ഹറമിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു? ഖുദൂമിന്റെ തവാഫ് ചെയ്ത ആൾക്ക് അപ്പന്നെ സൈയും ചെയ്യാം. കാരണം സൈ എന്നത് ഒന്നിരിക്കലോ ഫർള് തവാഫിന്റെ ശേഷമാവണം, അല്ലെങ്കിൽ ഖുദൂമിന്റെ തവാഫിന് അതിന്റെ ശേഷം ആയാലും മതി. ഇതൊരു സൗകര്യമാണ്. അറഫാക്ക് പോകുന്നതിന് മുന്നേ സൈയാവും നമുക്ക്. ഖുദൂമിന്റെ തവാഫുള്ള ആൾക്ക് മാത്രം ഖുദൂമിന്റെ തവാഫായി സൈയായി. 8ന്റെ അന്ന് ജാവും എവിടേക്ക് വന്ന് മിനയിലേക്ക് വന്നു. 8 കഴിഞ്ഞാൽ 8ന്റെ അന്ന് ലോഹറ് മിനയിലാവൽ സുന്നത്ത, അസർ മഗ്രിബ് ആകുമ്പോ അറഫാന്റെ രാത്രിയായി മിനയില, ഇഷ മിനയില, അറഫാന്റെ സുബയും മിനയിൽ സുന്നത്ത. പക്ഷെ അത്രത്തോളം ടൈം ഇല്ല. നിങ്ങൾ രാത്രി എന്നെ കൊണ്ടുപോയിട്ട് എവിടെ കൂട്ടിക്കൊണ്ട് വരി അറഫയിലേക്ക് എത്തി. സുബൈക്ക് എവിടേക്ക് എത്തി? സുബൈക്ക് എത്തിയിട്ടാകുമ്പോ അറഫയിൽ ഒന്നും അപ്പൊന്നും ചെയ്യാനില്ല, കുറച്ച് റെസ്റ്റ് എടുക്കുക. ലോഹറാകുമ്പോ ളുഹറെല്ലാം എടുത്തിട്ട് റെഡി ആവാ, ളുഹറെല്ലാം നിസ്കരിക്ക. അറഫാന്റെ ടൈമായി. ഇഹ്റാമോട് കൂടി 1 സെക്കൻഡ് ഞങ്ങൾ തടി ബോധത്തോടു കൂടി എവിടെ ഉണ്ടെങ്കിൽ അറഫയിലുണ്ടെങ്കിൽ അറഫ കിട്ടി. മഗ്രിബ് വരെ അറഫയിൽ നിൽക്കാം. മഗ്രിബ് വരെ അവിടെ ളുഹർ അസർ ജമ്മുള്ളവർ ജമ്മാക്കി നിസ്കരിക്കും, അല്ല ടൈമിൽ നിസ്കരിക്കും. ഇനി ഹജ്ജിന്റെ ഭാഗം അവിടെ നിസ്കരിക്കും. മഗ്രിബ് അവിടെ ഉണ്ട്. മഗ്രിബായി കഴിഞ്ഞാൽ അറഫയിൽ നിന്ന് എല്ലാവരും പുറപ്പെടും. എവിടുക്ക? മുസ്ദലിഫയിലേക്ക് വരും. 8 മണിക്ക് 9 മണിക്ക് എത്തിയാലും മുസ്ദലിഫാന്റെ ടൈം ആണ് മധ്യരാത്രി ആവണം. മധ്യരാത്രിക്ക് ശേഷം ഒരു അല്പം അവിടെ ഉണ്ടായാൽ മതി. സൗകര്യം കിട്ടിയെങ്കിൽ തട്ടം വെച്ചിട്ട് കിടന്നുറങ്ങുന്നത്. ഇങ്ങനത്തെ ജല്ലുള്ള നാടല്ലത്. സുബൈ വരെ നിക്കൽ നല്ലതാ, അല്ലെങ്കിൽ കുറച്ച് നിന്നാലും മതി. അവിടെ നിന്ന് കല്ല് പറക്കി എടുത്തു 70. ഒരു 3 മണി 4 മണി ജാവക്ക് പോയി അവിടെ നിന്ന് ഇറങ്ങാം. നേരെ ഞങ്ങൾ പോകുന്നത് ജംറാത്ത്. പെരുന്നാളിന്റെ അന്ന് സുബൈക്ക് ജംറ 3 ജംറ ഉണ്ട്. അതിൽ ഒന്നിക്ക് മാത്രം ഊലല്ല, ഉസ്തല്ല, അക്കബാക്ക് മാത്രം 7 കല്ലെറിയ. എത്ര? 7 കല്ലെറിഞ്ഞിട്ട് നേരെ ടെന്റിലേക്ക് വരാം. വന്നിട്ട് മുടിയെടുക്കാം. വന്നിട്ട് ഇത് തഹല്ലുൽ അവ്വൽ എന്ന് പറയും. 1 വിരാമ കിട്ടി. ഈ മുടിയെടുക്കലോട് കൂടി നിങ്ങൾക്ക് എന്താക്കാം? ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കാം. തീരുന്നില്ല അന്ന് ടെന്റിൽ നിൽക്കാൻ തോന്നുന്നു. തീരെവർക്ക് നേരെ കൈബാന്റെ അടുക്ക് വരാം. സുലാബന്ധം ഇല്ല, നടന്നിട്ടെല്ലാം വരുന്നു. ഇനി കല്ലെറിഞ്ഞിട്ട് അവിടെ തന്നെ വേനും പോവാ. മുടിയെടുത്തിട്ട് പിന്നെ കൈബാന്റെ അന്ന് പോയിട്ട് എന്താക്കാം? തവാഫ് ചെയ്യാം. അന്ന് എന്താക്കാം? തവാഫ് ചെയ്യാം. ഈ തവാഫ് ചെയ്ത് ഏത് ഗ്രൗണ്ട് അടിച്ച തവാഫായി. ഞങ്ങൾക്ക് സൈ വേണ്ട. കാരണം മുന്നേ അന്ന് ചെയ്തില്ലേ ഖുദൂമിന്റെ തവാഫായിട്ട് ഓട് നീറാമാക്കി പോയിട്ട് തവാഫായി. നേരെ 11 ജാവക്ക് മിനയിലേക്ക് വരാം. 11 രാത്രി മിനയിൽ പാർക്കുക. 11 പകൽ ലോഹറായി കഴിഞ്ഞാൽ ലോഹർക്ക് ശേഷം അസർ എപ്പോ ലോഹറാവലോടുകൂടി ടൈമായി. 21 കല്ലെടുത്തിന് 3 ജംറകൾക്ക് 7 എറിയ. 12 രാത്രിയും മിനയിലേ പാർക്കുക. 12 ഉച്ച ആയാൽ അന്നത്തെ എരിയുന്ന ടൈമായി. 21 കല്ലെടുത്തിട്ട് 7 ഓരോന്നായിട്ട് എരിയ. 13 രാത്രിയുടെ പാർക്കുക. 13 ഉച്ച ആയാൽ 21 ബാക്കിയുണ്ടല്ലോ അതിനെ എരിഞ്ഞിട്ട് റൂമിലേക്ക് പോവാ. നാട്ടിലേക്ക് പോകുമ്പോൾ ഇതാ തവാഫ് ചെയ്യാ. എന്തായി?
ഹജ്ജായി. ഇനി ഒരാൾക്ക് 12 എറിഞ്ഞിട്ട് മഗ്രിബിന് മുന്നേ മിനാ ബോർഡർ വിട്ട് റൂമിലേക്ക് എത്താൻ സാധിച്ചെങ്കിൽ 13 ജാവ് നിൽക്കുന്ന വേണ്ട, 13 എരിയുന്നയും ഹജ്ജായി. ഇപ്പൊ മനസ്സിലായ? അത് ഇത് ഞാൻ പെരുന്നാളിന്റെ നാക്കുന്നത് ഹജ്ജിന്റെ തവാഫ്. അറഫാത്തിൻ ചെന്നില്ല, ഇഫാല വരുന്ന എവിടെ? അറഫ കഴിഞ്ഞിട്ടേ അവനത് സൈ. അങ്ങനെയല്ല, തവാഫിന് ശേഷം ആവാ, അല്ലെങ്കിൽ ഖുദൂമിന്റെ തവാഫിന് ശേഷവും ആവാ. ഇതുണ്ടല്ലേ ഇത് അറഫ്, ഈ തവാഫ് അത് അറഫ കഴിഞ്ഞിട്ടേ ആണ്. തർത്തീബ് എന്നത് ഹജ്ജിന്റെ ഫർദുകളുടെ ഇടയിൽ, എല്ലാ ഫർദുകളുടെ ഇടയിലില്ല. ആദ്യം ഇഹ്റാമ, ആദ്യം ഇഹ്റാമായാൽ പിന്നെ അറഫ, അറഫ കഴിഞ്ഞിട്ടേ തവാഫ് അല്ലെ. മുടിയെടുക്കുന്നതിന് തർത്തീബില്ല. അത് പെരുന്നാളിന് കല്ലെറിഞ്ഞിട്ട് എന്താക്കാം? അതെ, അങ്ങനെ മുന്നേ മുടിയെടുക്കാം. തവാഫ് കഴിയണമെന്നില്ല. തവാഫിന്റെ ടൈം മരിക്കുന്നിടത്തോളം ഉണ്ട്. എപ്പോ പോകുന്നതിന് ആക്കിയാൽ മതി. ഇല്ല, 3 നിക്കണം. 2 നേരത്തെ മതിയാണ് കല്ലെറിഞ്ഞിട്ട്. 1 നിക്കലാണ് നല്ല. ഇൻഷാ ഇതൊരു ചെറിയൊരു ഹജ്ജിന്റെ മീക്കാത്ത് വന്നപ്പോ ചെല്ലിന്ന് മാത്രം കേട്ടോളൂ. അപ്പൊ ഹജ്ജ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പോകണം. പോയിട്ട് അർജിയിലാണ് പോയിട്ട് എവിടെ മീത്തെ ടെന്റ് ഉണ്ട് അറഫല്. നല്ല ടെന്റ് ഉണ്ടാവും. എല്ലാ ടെന്റ് അറഫല് നല്ല വെയിൽ നിൽക്കാനേ ഇല്ല. വെയിൽ നിൽക്കാൻ പെടുന്നില്ല. ടെന്റിന്റെ ഉള്ളിൽ AC കൂളർ ഇട്ട് തരും. AC എല്ലാം ഉണ്ട്, ബെഡ് ഉണ്ട്. നല്ല അത് ഇതല്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എല്ലാവരും. ഇൻഷാ അല്ലാഹ് നമ്മ ഉംറക്ക്